കണ്ണൂരിൽ താളം തെറ്റിയാൽ പിന്നെ തെറ്റിയതാണ്. പിന്നീട് ഒരു ഉയർത്തെഴുന്നേൽപ്പ് അത്ര സാധ്യവുമല്ല. കാരണം ഒരു പിണറായി വിജയനെ മാത്രം പേടിച്ച് ജീവിക്കുന്നവരാണ് കണ്ണൂരിലെ ഭൂരിഭാഗം മുതിർന്ന നേതാക്കളും എന്ന് കരുതാൻ പറ്റില്ല. കഴിഞ്ഞ 2 തവണ തുടർച്ചയായി ഭരണം കിട്ടിയതുകൊണ്ട് പിണറായിക്ക് മേലെ പറക്കേണ്ട എന്ന് കരുതി ചിറകൊതുക്കി ഇരുന്ന പല നേതാക്കളും കണ്ണൂരിലുണ്ട്. അത് ശരി തന്നെയാണ്. ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വി കുഞ്ഞികൃഷ്ണനിലൂടെയും ടി കെ ഗോവിന്ദനിലൂടെയും നമ്മൾ കണ്ടത് ഇതൊക്കെയുമാണ്. പക്ഷെ തോൽവിയോട് മുട്ടിപ്പൊരുതി കഷ്ടപ്പെട്ട് കരകയറിയ പിണറായിയെയും സ്വന്തം ഭാര്യ സ്ഥാനാർത്ഥിയാക്കാനായി വിപ്ലവം വിളമ്പിയ ഗോവിന്ദനുമൊക്കെ അമ്പെ പരാജയപ്പെട്ടവരാണ് എന്ന് തിരിച്ചറിഞ്ഞതോടെ കണ്ണൂരിലെ ജയരാജന്മാർ ഇപ്പോൾ ഉണർന്നു പ്രവർത്തിക്കുകയാണ്. ഇനി കാര്യങ്ങൾ പിണറായിക്കും ഗോവിന്ദനും അത്ര എളുപ്പവുമാകില്ല. കടക്ക് പുറത്ത് എന്ന് ആരോടും ഒരിക്കൽ പോലും പറയാൻ പറ്റാത്തത്ര ദുർബലമായ അവസ്ഥയിലുമാണ് പിണറായി വിജയൻ ഇന്ന് എത്തി നിൽക്കുന്നത്. കേരള രാഷ്ട്രീയത്തെ ആകെ പിടിച്ചുലച്ചുകൊണ്ട് CPM-ൽ ഇതുവരെ കാണാത്ത വിധത്തിലുള്ള കടുത്ത ആഭ്യന്തര കലഹവും ചേരിതിരിവുമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. മുൻപ് നമ്മൾ കണ്ട VS പിണറായി യുഗത്തിലെ വിഭാഗീയതയുടെ കറുത്ത നാളുകളെപ്പോലും വെല്ലുന്ന തരത്തിലുള്ള വലിയൊരു പ്രതിസന്ധിയിലേക്കാണ് പാർട്ടി നീങ്ങുന്നത്. പാർട്ടിയിലെ അധികാര സമവാക്യങ്ങളെയൊക്കെ മാറ്റിമറിച്ചുകൊണ്ട് പുതിയൊരു അച്ചുതണ്ട് ഇപ്പോൾ രൂപപ്പെടുന്നുണ്ട്. പിണറായി വിജയനും പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും ഒരേ മനസ്സോടെ ഔദ്യോഗിക പക്ഷത്ത് ഉറച്ചു നിൽക്കുമ്പോൾ അവരെ നേരിടാൻ പാർട്ടിയുടെ കരുത്തുറ്റ കോട്ടയായ കണ്ണൂരിലെ ജയരാജതന്ത്രങ്ങൾ ഒന്നിച്ച് കൈകോർത്ത് കഴിഞ്ഞിട്ടുണ്ട്. EP ജയരാജൻ, P ജയരാജൻ, MV ജയരാജൻ എന്നിവർ ഒരുമിച്ച് മറുപക്ഷത്ത് നിലയുറപ്പിച്ചത് പിണറായി ഗോവിന്ദൻ സഖ്യത്തിന് വലിയ തലവേദനയാണ് ഉണ്ടാക്കുന്നത്. സ്ഥാനാർത്ഥി നിർണയത്തിലെ പാളിച്ചുകളെയും പാർട്ടി വിട്ടുപോയവരോടുള്ള സമീപനങ്ങളെയും ചൊല്ലി ഇരുപക്ഷവും തമ്മിലുള്ള പോര് മുറുകിക്കൊണ്ടേയിരിക്കുകയുമാണ്. നേതാക്കൾക്കിടയിലെ പരസ്യമായ അതൃപ്തികൾ പാർട്ടിയെ കൂടുതൽ പ്രതിരോധത്തിലാക്കുന്നുണ്ട്. അത് നിയമസഭയ്ക്കുള്ളിൽ പിണറായി വിജയന്റെ ശൈലിക്കെതിരെയും പാർലമെന്ററി പാർട്ടിയിലെ വീഴ്ചയ്ക്കെതിരെയും മുൻ ധനമന്ത്രി KN ബാലഗോപാൽ നടത്തിയ ഒളിയമ്പുകൾ വലിയ ഭൂകമ്പവും സൃഷ്ടിച്ചു. പിണറായി വിജയൻ വേണ്ടത്ര തിളങ്ങുന്നില്ലെന്ന വികാരം പരസ്യമാക്കിയ ബാലഗോപാലിനെ രാഷ്ട്രീയമായി തളക്കാനുള്ള തന്ത്രങ്ങൾ ഔദ്യോഗിക പക്ഷം അണിയറയിൽ സജീവമാക്കിയും കഴിയുന്നുണ്ട്. ഇതിന്റെ ഭാഗമായി LDF-ലെ 2ാം കക്ഷിയായ CPI-ക്ക് പ്രതിപക്ഷ ഉപനേതാവ് പദവി വിട്ടു നൽകാനാണ് ഇവരുടെ ആലോചന. ഉപനേതാവ് പദവി മാറുന്നതോടെ ബാലഗോപാലിന്റെ പാർലമെന്ററി സ്വാധീനവും പ്രസക്തിയും വെട്ടിച്ചുരുക്കാൻ സാധിക്കുമെന്നും ചില പിണറായി അനുകൂലികളും കരുതുന്നുണ്ട്. അതുപോലെ തന്നെ പാർട്ടി മുഖപത്രമായ ദേശാഭിമാനിയുടെ ചീഫ് എഡിറ്റർ പുത്തലത്ത് ദിനേശിന് നേരെയും ഔദ്യോഗിക പക്ഷത്തിന്റെ വാള് ഓങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് തോൽവിയെക്കുറിച്ച് പുത്തലത്ത് ദിനേശിന് എഴുതിയ കുറിപ്പുകളും വിശകലനങ്ങളും പാർട്ടി ലൈനിന് വിരുദ്ധമാണ് എന്നാണ് ഗോവിന്ദൻ പക്ഷത്തിന്റെ വിലയിരുത്തൽ. തോൽവിയുടെ യഥാർത്ഥ കാരണങ്ങൾ തുറന്നു പറഞ്ഞ് പാർട്ടിയെ തിരുത്താൻ പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള ലേഖനം ദേശാഭിമാനി ചീഫ് എഡിറ്ററുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് ഗുരുതരമായ അച്ചടക്ക ലംഘനമായിട്ടാണ് അവർ കാണുന്നതും. ഈ സാഹചര്യത്തിൽ പുത്തലത്ത് ദിനേശിനെ ചീഫ് എഡിറ്റർ സ്ഥാനത്ത് നിന്ന് മാറ്റാൻ സാധ്യതകളും കൂടിക്കൂടി വരികയാണ്. പാർട്ടിയിൽ തിരുത്തൽവാദവുമായി മുതിർന്ന നേതാക്കൾ പരസ്യമായി രംഗത്തിറങ്ങിയതാണ് ഔദ്യോഗിക നേതൃത്വത്തെ ഏറ്റവും കൂടുതൽ പക്ഷേ ഇപ്പോൾ അസ്വസ്ഥമാക്കുന്നത്. തളിപ്പറമ്പിൽ MV ഗോവിന്ദന്റെ ഭാര്യ PK ശ്യാമളയെ സ്ഥാനാർത്ഥിയാക്കാൻ ചർച്ചകൾ നടന്നപ്പോൾ ഗോവിന്ദൻ തന്നെ ഇടപെട്ട് അത് ഒഴിവാക്കേണ്ടതായിരുന്നു എന്ന് ചൂണ്ടിക്കാട്ടി പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബിയാണ് തിരുത്തൽവാദത്തിന്റെ ആദ്യ വെടിപൊട്ടിച്ചത്. എന്നാൽ തോൽവിയുടെ പേരിൽ വ്യക്തികളെ മാത്രം കുറ്റപ്പെടുത്താൻ പാർട്ടി മുതിരാറില്ല എന്ന് വ്യക്തമാക്കി പിണറായിയും ഗോവിന്ദനും ചേർന്ന് ബേബിയെ പ്രതിരോധിക്കാനാണ് ശ്രമിച്ചത്. എന്നാൽ ഇതിന് തൊട്ടു പിന്നാലെ തളിപ്പറമ്പിലും പയ്യന്നൂരിലും സ്ഥാനാർത്ഥിത്വം പിഴച്ചു എന്ന് പരസ്യമായി തുറന്നു പറഞ്ഞ് MV ജയരാജൻ രംഗത്തെത്തിയത് ഗോവിന്ദനെ ചൊടിപ്പിച്ചു. പാർട്ടി വിട്ടുപോയ TK ഗോവിന്ദനും വി കുഞ്ഞികൃഷ്ണനെയും തിരികെ കൊണ്ടുവരണമെന്ന് ജയരാജന്റെ വാദത്തെ വർഗവഞ്ചകർക്ക് ഈ പാർട്ടിയിൽ സ്ഥാനമില്ല എന്ന് തുറന്നടിച്ചാണ് ഗോവിന്ദൻ തള്ളിക്കളഞ്ഞത്. മുൻപത്തെ പോലെ പാർട്ടി നേതൃത്വത്തിന് മുന്നിൽ പൂർണ്ണമായി വിധേയത്വം കാട്ടാൻ സംസ്ഥാന കമ്മിറ്റിയിലെ ഭൂരിഭാഗം നേതാക്കളും ഇപ്പോൾ തയ്യാറല്ല എന്നതാണ് നിലവിലെ CPM-ലെ സാഹചര്യം. സംസ്ഥാന കമ്മിറ്റി യോഗങ്ങളിൽ നേതാക്കൾ പഴയ വിധേയ സ്വരത്തിലല്ല സംസാരിക്കുന്നത്. സംഘടനയിലും പാർലമെന്ററി രംഗത്ത് ഒരേപോലെ വലിയ അഴിച്ചുപണിയും മാറ്റവും വേണമെന്ന് വാദിക്കുന്ന ഒരു വലിയ വിഭാഗം നേതാക്കൾ പാർട്ടിക്കുള്ളിൽ ശക്തി പ്രാപിച്ചിട്ടുണ്ട്. വിഴിഞ്ഞം വിദേശ നിക്ഷേപ കാര്യത്തിൽ പാർട്ടി മുഖപത്രം എടുത്ത നിലപാടിനെ പിണറായി വിജയനും തോമസ് ഐസക്കും കൈയോടെ തള്ളിയതും നേതൃത്വത്തിന് കീഴിലുള്ള നിയന്ത്രണം പൂർണ്ണമായി നഷ്ടപ്പെടുന്നതിന്റെ വ്യക്തമായ സൂചനയാണ് നൽകുന്നത്. ഈ അസാധാരണ സാഹചര്യത്തിൽ പാർട്ടിയിൽ വരാനിരിക്കുന്ന വിപ്ലവകരമായ മാറ്റങ്ങളാണോ അതോ പിളർപ്പിന് സമാനമായ ആഭ്യന്തര യുദ്ധമാണോ എന്നതാണ് ഇനി കേരള രാഷ്ട്രീയം CPM-ലേക്ക് ഉറ്റുനോക്കുന്നതിൽ ഒരു കാര്യം.